അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അവിടെ കനേഡിയൻ പ്രധാനമന്ത്രി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മറ്റ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി. അപ്പം ചില ആൾക്കാരുടെയൊക്കെ അദ്ദേഹം ഇതിനകത്ത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, അതിന് തിരിച്ചടി കൊടുത്തേ മതിയാവത്തുള്ളൂ, അത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു സംസാരം വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് താമസം വരുന്നത്, നമ്മൾ നേരത്തെ അടിയൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 ദിവസമൊക്കെ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ആ ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള അടിയാണ്. അതാണല്ലോ നല്ല യുദ്ധതന്ത്രജ്ഞനുള്ള മിടുക്കും. കാരണം അടിയിന്ന് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെക്കെട്ടിരുന്നിട്ട് നമ്മൾ മുഷിയുന്നൊരു സമയത്ത് അടി കൊടുത്താലേ തയ്യാറെടുപ്പ് കുറഞ്ഞിരിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് അവരെ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കൂടിയെല്ലാം അടി കിട്ടും. അത് ലോകത്തിനൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അതിന് സൂചന നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പം ഇതിൻ്റെ കൂടെ ലോകം ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ഈ തീരുമാനം എടുത്തതിനും ഈ സൂചന കൊടുത്തതിനും അപ്പുറം ആ സമയത്ത്, അതായത് ഏത് സമയം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ സംഭവിക്കുന്നതിന് താമസം വരുന്നതെന്ന് പറഞ്ഞാൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പരിശോധനയ്ക്കകത്ത് തുർക്കിക്കകത്തും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെയും മുനീറിൻ്റെയും അതുപോലെ മറ്റ് സിറിയ പോലുള്ള രാജ്യങ്ങളുടെ എല്ലാം പങ്ക് വ്യക്തമായല്ലോ. ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനിൽ ഇത് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് അത് അഫ്ഗാനിസ്ഥാൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവിടെയും ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഭീകര സംഘടനകളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.